ദേശാഭിമാനി മുഖപ്രസംഗം 2024 ജൂലൈ 17. തോക്കുകൾ വാഴുന്ന അമേരിക്ക. അമേരിക്കയുടെ മുൻ പ്രസിഡന്റും വരുന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥിയുമായ ഡൊണാൾഡ് ട്രംപിന് ശനിയാഴ്ച പ്രസംഗത്തിനിടെ വെടിയേറ്റത് ആ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണിയിലേക്ക് ജനശ്രദ്ധ ആകർഷിക്കുന്ന സംഭവമാണ്. അമേരിക്കയിൽ ഓരോ വർഷവും 10,000-കണക്കിന് ആളുകളുടെ ജീവനെടുക്കുന്ന തോക്കു സംസ്കാരമാണ് ആ ഭീഷണി. തോക്ക് ഉപയോഗിക്കുന്നതിന് പൗരർക്കുള്ള അവകാശത്തെ ഏറ്റവും വീറോടെ ന്യായീകരിച്ചിട്ടുള്ള അമേരിക്കൻ പ്രസിഡന്റാണ് ട്രംപ്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ തോറ്റപ്പോൾ അത് അംഗീകരിക്കാതെ US കോൺഗ്രസിന്റെ വേദിയായ ക്യാപിറ്റോൾ മന്ദിരത്തിൽ കലാപത്തിന് അനുയായികളെ കുത്തിയിളക്കി വിട്ട ആളാണ് ട്രംപ്. അന്ന് അവിടെ വെടിവയ്പ് നടത്തി ചിലരുടെ മരണത്തിനിടയാക്കിയ അക്രമികൾ ദേശസ്നേഹികളാണെന്ന് അടുത്ത കാലത്ത് പോലും ട്രംപ് ന്യായീകരിച്ചിട്ടുണ്ട്. ഇപ്പോഴിതാ അദ്ദേഹത്തിന് നേരെ തന്നെ കാഞ്ചി വലിക്കപ്പെട്ടു എന്നത് ജനാധിപത്യത്തിൽ ഹിംസയെ പ്രോത്സാഹിപ്പിക്കുന്നവർക്കെല്ലാം പാഠമാകേണ്ടതാണ്. ആധുനിക പരിഷ്കൃത ജനാധിപത്യ രാജ്യങ്ങളിൽ തോക്കുപയോഗിച്ച് ഏറ്റവുമധികം കൊലപാതകങ്ങളും കൂട്ടക്കൊലകളും നടത്തപ്പെടുന്ന രാജ്യമാണ് അമേരിക്ക. ലോക ജനസംഖ്യയിൽ 4.23% മാത്രമാണ് അമേരിക്കയിലുള്ളതെങ്കിലും ലോകത്താകെ സാധാരണ ജനങ്ങൾ കൈവശം വെച്ചിരിക്കുന്ന തോക്കുകളിൽ 50% അവിടെയാണ്. അമേരിക്കയിൽ 100 പേർക്ക് 120 തോക്ക് എന്ന അനുപാതത്തിൽ വ്യക്തികളുടെ ഉടമസ്ഥതയിൽ തോക്കുകൾ സുലഭമാണ്. 2ാം സ്ഥാനത്തുള്ള യമൻ ആഭ്യന്തര യുദ്ധത്തിന്റെ പിടിയിലുള്ള രാജ്യമാണ്. അവിടെ പോലും 100-ന് 52.8 എന്നതാണ് അനുപാതം. അതായത് പ്രതിശീർഷ തോക്ക് ലഭ്യത അമേരിക്കയിലുള്ളതിന്റെ പകുതി പോലും ഇല്ല. 39 കോടി തോക്ക് അമേരിക്കക്കാരുടെ കൈവശമുണ്ടെന്നായിരുന്നു 2018 കണക്ക്. അന്നവിടെ ജനസംഖ്യ 32.68 കോടി. അമേരിക്കയിൽ തോക്ക് മൂലമുണ്ടായ മരണങ്ങളുടെ ഏറ്റവും ഒടുവിലെ അംഗീകൃത കണക്ക് 2021 48,830 പേരാണ് ആ വർഷം തോക്കിനിരയായത്. അതായത് ദിവസവും ശരാശരി 133 പേരിലധികം. ഇതിൽ 54% ആത്മഹത്യയാണ്, 43% കൊലപാതകം. ഒരു തോക്കെങ്കിലും വെടിയുണ്ട നിറച്ചു വെച്ചിട്ടുള്ള വീട്ടിലാണ് 60 ലക്ഷം അമേരിക്കൻ കുഞ്ഞുങ്ങൾ ജീവിക്കുന്നത്. രക്ഷിതാക്കൾ അലസമായി എവിടെയെങ്കിലും വെച്ച തോക്കെടുത്ത് കുട്ടികൾ കളിച്ചുണ്ടാക്കുന്ന അപകടങ്ങളും മരണങ്ങളും അമേരിക്കയിൽ അസാധാരണമല്ല. തോക്കുപയോഗം മൂലം പ്രതിവർഷം $28,000 കോടി നാശനഷ്ടം US സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉണ്ടാവുന്നുണ്ടെന്നാണ് ഒരു കണക്ക്. എന്നിട്ടും അമേരിക്കയിൽ തോക്കു നിയന്ത്രണം എന്തുകൊണ്ട് സാധ്യമാവുന്നില്ല എന്നിടത്താണ് അവിടുത്തെ നാഷണൽ റൈഫിൾസ് അസോസിയേഷന്റെ ശക്തി വ്യക്തമാകുന്നത്. അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും തോക്കനുകൂലിയായ പ്രസിഡന്റാണ് താൻ എന്നതിൽ അഭിമാനിക്കുന്നു എന്നാണ് കഴിഞ്ഞ വർഷം അസോസിയേഷന്റെ വാർഷിക യോഗത്തിൽ ട്രംപ് പ്രഖ്യാപിച്ചത്. മുഖ്യമായും റിപ്പബ്ലിക്കന്മാരും ഡെമോക്രാറ്റുകളും എന്ന ചേരിതിരിഞ്ഞുള്ള അമേരിക്കൻ രാഷ്ട്രീയ മണ്ഡലത്തിൽ ട്രംപിന്റെ റിപ്പബ്ലിക്കൻ പാർട്ടിക്കാരാണ് പരമ്പരാഗതമായി തോക്കവകാശത്തിന് വേണ്ടി വാദിക്കുന്നത്. റിപ്പബ്ലിക്കന്മാരിൽ 74% പേർ തോക്കവകാശം വളരെ പ്രധാനമാണെന്ന് കരുതുമ്പോൾ ഡെമോക്രാറ്റുകളിൽ 80%-ലധികം തോക്കവകാശം നിയന്ത്രിക്കണം എന്ന് വാദിക്കുന്നു. ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്ന് മോചിതമായതിനെ തുടർന്നുള്ള സംഘർഷാവസ്ഥയിൽ 1791 ഭരണഘടനയിലെ 2ാം ഭേദഗതിയായി തോക്കവകാശം ഉൾപ്പെടുത്തിയത്. 233 വർഷം പിന്നിട്ടിട്ടും ഇത് മൗലികാവകാശമായി നിലനിർത്തുന്നത് അമേരിക്കൻ ജനത ഇപ്പോഴും എത്ര പ്രാകൃതാവസ്ഥയിലാണ് എന്നുകൂടിയാണ് കാണിക്കുന്നത്. ട്രംപിന് വെടിയേറ്റതോടെ ഈ വിഷയം വീണ്ടും സജീവ ചർച്ചാ വിഷയമാകും. എന്നാൽ എല്ലാവർക്കും തോക്കവകാശത്തിന് വാദിക്കുന്ന ട്രംപിന് വീരപരിവേഷം നൽകിയ സംഭവം അദ്ദേഹം വീണ്ടും US പ്രസിഡന്റാവാൻ ഇടയാക്കുമെന്നതാണ് വിരോധാഭാസം. സ്ഥാനാർത്ഥികളുടെ 1ാം സംവാദത്തിൽ പരാജയപ്പെട്ട പ്രസിഡന്റ് ജോ ബൈഡനെ മാറ്റണമെന്ന ചർച്ചകൾ ഡെമോക്രാറ്റിക് പാർട്ടിക്കുള്ളിൽ കൊഴുക്കുന്നതിനിടെയായിരുന്നു ട്രംപിനെതിരെ വെടിവയ്പുണ്ടായത്. ഇതോടെ ബൈഡനെ മാറ്റിയാലും ഡെമോക്രാറ്റുകൾക്ക് ജയിക്കാനാവുമോ എന്നത് സംശയത്തിലായിരിക്കുകയാണ്. അക്രമിയുടെ ലക്ഷ്യങ്ങൾ മനസ്സിലാക്കാൻ പോലും ശ്രമിക്കാതെ അയാളെ സുരക്ഷാഭടന്മാർ കൊലപ്പെടുത്തിയത് സംശയങ്ങളുയർത്തുമ്പോൾ സാഹചര്യങ്ങൾ ട്രംപിന് അനുകൂലമാവുകയാണ്.